തിരുവനന്തപുരം പൊഴിയൂരിൽ ശാപമോക്ഷം കാത്ത തീരദേശ റോഡുകൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ റോഡുകൾ പൂർവ്വഗതിയിലാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. എന്നാൽ അതുകൊണ്ട് മാത്രം പരിഹാരമാകില്ല എന്നാണ് പൊഴിയൂർ നിവാസികൾ പറയുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു റോഡിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കടൽ കാണുന്ന ഈ വശത്ത് ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പൊഴിയൂരിലെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. തിരുവനന്തപുരത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ തീരപ്രദേശമാണ് പൊഴിയൂർ. കഴിഞ്ഞ 5 കൊല്ലമായി ഇവിടത്തെ തീരം കടൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ശക്തമായ വേനൽ മഴയിൽ പൊഴിയൂരിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന റോഡ് പൂർണ്ണമായും തകർന്നു. സമാനമായി പരുത്തിയൂർ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിലും കടൽക്ഷോഭം വലിയ നാശനഷ്ടങ്ങൾ വരുത്തി. നിരവധി വീടുകളും കടലെടുത്തു. മാസങ്ങൾ കടന്നിട്ടും ഇവിടുത്തെ ജനങ്ങൾ യാത്രാ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ചെല്ലാനം കഴിഞ്ഞാൽ അടുത്ത ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് പൊഴിയൂർ കൊല്ലങ്കോട് മേഖലയാണ്. പൊഴിയൂർ എന്ന് പറയുമ്പോൾ പരുത്തിയൂരും കൊല്ലങ്കോടും ചേർന്ന മത്സ്യ ഗ്രാമങ്ങളുള്ള സ്ഥലമാണ്. മത്സ്യത്തൊഴിലാളികൾ അവിടെ തൊഴിൽ നഷ്ടപ്പെട്ട് ഏതാണ്ട് 5 വർഷം തികയുകയാണ്. കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന റോഡ് പോലും കടൽ കവർന്നിരിക്കുകയാണ്. ആരെങ്കിലും മരിച്ചുപോയാൽ അടക്കം ചെയ്യപ്പെടുന്ന സെമിത്തേരികൾ ഇരിക്കുന്നത് ഈ ദേവാലയത്തിന് തെക്ക് വശമാണ്. മരിച്ച ആൾക്കാരുടെ ബോഡിയുമായിട്ട് ഞങ്ങൾ തമിഴ്നാട് ചുറ്റിയാണ് കേരളത്തിനകത്തേക്ക് വരുന്നത്. മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങളുടെ കുട്ടികളൊക്കെ ഈ ഭാഗത്ത് താമസിക്കുന്ന കുട്ടികളൊക്കെ പഠനത്തിന് സ്കൂളിലെത്താൻ കഴിയാത്തൊരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതുപോലെ 6-7 കിലോമീറ്റർ ചുറ്റി വേണം. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ ഒത്തിരി കുട്ടികളുണ്ട്. നിലവിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ റോഡുകൾ പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചു. എന്നാൽ അതുകൊണ്ട് മാത്രം കടലിന്റെ മക്കളുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. തുടരെയുള്ള കടൽക്ഷോഭം തടയുന്നതിനായി പുലിമുട്ടും കടൽഭിത്തിയും വേണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. നമുക്കൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് കടൽ ഭിത്തിയും അതോടൊപ്പം പുലിമുട്ടും ഉണ്ടാവണം. 5-6 വർഷമായിട്ട് ഞങ്ങൾ പട്ടിണിയിലാണ്. ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ കടലിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. ഈ കടലിലിറങ്ങി ഒരു ഗ്ലാസ് ഉപ്പ് വെള്ളം എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് പല തലത്തിൽ സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കളക്ടർ മുതൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരെ ഞങ്ങളുടെ MLA വഴി എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ രക്ഷകരായിട്ട് വരേണ്ടത് സർക്കാർ തന്നെയാണ്. അപ്പോൾ സർക്കാരിനെല്ലാം ബോധ്യപ്പെടുത്തിയിട്ട് പോലും ഞങ്ങളുടെ ഈ അവഗണനയാണ് ഞങ്ങളുടെ ഈ കടപ്പുറം നേരിടുന്നത്. എങ്ങനെയെങ്കിലും ഈ തീരം നമുക്ക് രക്ഷപ്പെടണം. ഈ പൊഴിയൂർ ഗ്രാമത്തിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുന്ന രീതിയിൽ അധികാരികൾ ഒന്ന് കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. റോഡുകൾ പൂർവ്വസ്ഥിതിയിൽ ആക്കുന്നതിനും കടൽഭിത്തി, പുലിമുട്ട് എന്നിവ നിർമ്മിക്കുന്നതിനും വേണ്ട പാറക്കല്ലുകളുടെ ക്ഷാമം ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂടുതൽ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ വേണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഓരോ കൊല്ലവും കടൽ കരയിലേക്ക് കയറുന്നതും റോഡുകളും വീടുകളും നശിക്കുന്നതും അവ നന്നാക്കുന്നതും ഒരു പതിവ് കാഴ്ച തന്നെയാണ്. എന്നാൽ ഇതിൽ വലയുന്നത് തീരദേശത്തെ സാധാരണക്കാരും. ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം അരവിന്ദ് വിജയ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.